നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ആദ്യമായിട്ട് പ്രസാദ് ആൻ്റണി പുരസ്കാരം നേടിയ നമ്മുടെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാസിന് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ സംഘടനയുടെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഒരു DCC പ്രസിഡന്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ട് കാൻഷിറാംജി പറഞ്ഞു, ദേശ് കി നേത കൈസാഹെ കാൻഷിറാംജി ജൈസാഹെ എന്ന്. ഒരു ദേശത്തെ നേതാവ് ഇങ്ങനെ ആയിരിക്കണം, അത് കാൻഷിറാമിനെ പോലെ ഇരിക്കണം. അത് പിന്നീട് ലാലുജി പോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു DCC പ്രസിഡന്റ് എങ്ങനെയായിരിക്കും, അത് മുഹമ്മദ് ഷിയാസിനെ പോലെ ഇരിക്കണം. ഇത് പൊങ്ങച്ചം പറയുകയോ അല്ലെങ്കിൽ കൈമണിയൊന്നുമല്ല, അദ്ദേഹം അത് തെളിയിച്ച ആളാണ്. എന്തുകൊട്ടെ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നത്. പ്രത്യേകം പറയാനുള്ളത്, ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ വിജയൻ നമ്പൂതിരി ഇന്നലെ എരൂര് റെയിൽവേ പാളത്തിൽ മരിച്ചു കിടന്നു. ഒരു വിദേശ ചാനലായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയിൽ പെട്ട് 3 കോടിയോളം രൂപ അദ്ദേഹം നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കിട്ടലും ബോധ്യമായി നിരാശപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചറിയില്ല, ഏതായാലും ആൾ മരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ നോട്ട് എരട്ടിപ്പ് അല്ലെങ്കിൽ അതുപോലെ കൃത്യം എങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റും? ഒരു കമ്പനിക്ക് നഷ്ടപ്പെട്ട് ഒരു വ്യക്തി ഒരു കമ്പനി നിങ്ങൾക്ക് തരുമോ? തരില്ലല്ലോ. അപ്പോൾ അതെന്ത് സാമാന്യം മനസ്സിലാക്കാത്തത്? എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് ബുദ്ധിമാനാണ്. അദ്ദേഹം 20 ലക്ഷം രൂപ ഇതുപോലെ നല്ല പലിശ കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു. 3-4 മാസം പലിശ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. 4 മാസം ഇപ്പോൾ മുതലുള്ള പലിശയില്ല. അപ്പോൾ വർഷം 3ആയി. പെണ്ണ പറ്റുമോ? അദ്ദേഹത്തിന് വേറെ വഴിയിൽ കൂടി 10-20 ലക്ഷം രൂപ കിട്ടിയതും അത് പിന്നെ ആരും അറിയാതെ അങ്ങോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അമിതമായി ലാഭം പ്രതീക്ഷിച്ച് കിട്ടാത്ത മരീചിയുടെ പിറകിൽ അന്വേഷിച്ചെടുക്കുമ്പോൾ നിരാശരായി പോകല്ലേ മാന്യജനങ്ങളെ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ. ആരും ആരേക്കാൾ മോശമല്ല, ആരും വെറുതെ തരില്ല. എല്ലാവരും ലാഭം പ്രതീക്ഷിക്കണം. അപ്പോൾ അവർക്കെല്ലാം ലാഭം കിട്ടിയാൽ നിങ്ങൾ തരാൻ പറ്റുള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് അമിതമായി പലിശ തരാൻ പറ്റും? എങ്ങനെ 100 രൂപ കൊടുത്താൽ 200 എങ്ങനെ തരാൻ പറ്റും? അതൊക്കെ തട്ടിപ്പാത്ത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി വേണം. എന്താ ചെയ്യുക? കുഞ്ഞുമക്കൾ, കൊറിയക്കാരനായ ഒരു പെണ്ണിനെ ഒരുത്തനെ എങ്ങോട്ട് ഓൺലൈനിൽ പരിചയപ്പെട്ട് അവൻ മരിച്ചു എന്ന് ആരോ പറഞ്ഞ് ഈ പെൺകുട്ടി മരിച്ചു. വാസ്തവത്തിൽ അവൻ മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തട്ടി നടക്കാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അച്ഛനെയും അമ്മയുടെയും സഹോദരന്മാരുടെയും കീഴിൽ തന്നെ നിന്ന് അവർ തണലിൽ കൂടി മുന്നോട്ട് പോകുന്ന നല്ലത്. അതല്ലെങ്കിൽ അപകടമാണ്. 2-3 കുട്ടികളിൽ 40-40 വയസ്സ സ്ത്രീകൾ 10-30 വയസ്സ ചെറുക്കൻ്റെ കൂടെ പോയിട്ട് ചണ്ടും ചാവുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ദൈവം അങ്ങ് ചെയ്തവരെയാണ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, വലിയ സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആകെ 10-15 മിനിറ്റുള്ളൂ. ഡെങ്കൽ കരാർ, ഗാട്ട് കരാർ, ഡെങ്കൽ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ അമേരിക്കൻ കമ്പനിയാണ്. ഡെങ്കൽ എന്ന ആളുടെ നിർദ്ദേശവും ഗാട്ട് കരാറും ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടം ചെയ്യുമെന്ന് അന്ന് ഞങ്ങളിപ്പോൾ ഒരു സമരം ചെയ്തിട്ടുണ്ട്. കാര്യം ശരിയാണ്. ഒരു മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്താൽ 8 വർഷം പിടിക്കും. ഒരു ടെലിഫോൺ കണക്ഷൻ അപ്ലിക്കേഷൻ കൊടുത്താൽ 8 വർഷം പിടിക്കും. വിലയേക്കാൾ കൂടുതൽ മാർജിനുണ്ട്. ഒരു അംബാസിഡർ കാർ ബുക്ക് ചെയ്താൽ വർഷങ്ങൾ പിടിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഈ ടെലിഫോണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമേരിക്കയിൽ നിങ്ങൾ ഒരു ടെലിഫോൺ കണക്ഷൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ നിങ്ങളുടെ കൂടെ കമ്പനി വണ്ടി വരും കണക്ഷൻ തരാൻ. അപ്പോൾ നമ്മൾ അത്ഭുതം തോന്നിയിട്ട്. ഇന്ന് ഇന്ത്യയിലോ നിങ്ങൾ കൂടെ പോകേണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെയ്താൽ 10 മിനിറ്റകം വണ്ടി സാധനമായിട്ട് വരും. അപ്പോൾ അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടില്ലേ? അപ്പോൾ നല്ലതാണ്. ഒന്ന് ചെയ്യും മറ്റൊരു വളാകുന്ന പറയുമ്പോൾ ഗുണമുണ്ടെങ്കിൽ ദൂഷ്യമുണ്ട്. അതിനൊക്കെ പുറമെയാണ്, അതൊക്കെ ഏതാണ്ട് നമ്മൾ കഷ്ടത അനുഭവിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ തന്ത്രം. 8 കോടിയോളം കുടുംബങ്ങൾ ഇന്ത്യയിൽ പശു വളർത്തൽ, പാൽ കച്ചവടം, ധവള വിപ്ലവമല്ലേ, കൃഷിയും പിന്നെ കന്നുകാലി വളർത്തും. അതാണ് മെയിൻ നമ്മുടെ പണി ഇന്ത്യയിലെ. 8 കോടി എന്ന് പറയുമ്പോൾ 40 കോടി ജനങ്ങൾ ജീവിക്കുന്ന ആ മാർഗ്ഗമാണ്. അതിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിൽ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോഡിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തിനും ഒപ്പിട്ട് കൊടുക്കാത്ത അവസ്ഥയിൽ വന്നു. അമേരിക്ക പറയുന്നത് ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നു ഇന്ത്യ പ്രധാനമന്ത്രി. അങ്ങനെ എന്തൊക്കെയോ ആപ്പിൽ വരുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത്. ഇപ്പോൾ വെനിസ്വലയെ നിങ്ങൾക്കറിയാം, വെനിസ്വല എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് അതിൻ്റെ ഭരണാധികാരിയെ അമേരിക്കൻ പട്ടാളം രാത്രി ബെഡ്റൂമിൽ കയറി അവിടെ പിടിച്ചുകൊണ്ടെന്ന് അമേരിക്ക കൊണ്ട് അത് വേറെ ആളെ കൈവയ്പല്ലേ. അപ്പം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിക്കുന്ന രാജ്യമാണ് വെനിസ്വല. അവിടെ നിന്ന് എണ്ണ നമ്മൾ ഇന്ത്യക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ പാടുള്ളത്. എന്തൊരു ആജ്ഞ നോക്കി. ഒരു സ്വതന്ത്രമായ പരമാധികാര രാജ്യം, ആ സ്വതന്ത്ര രാജ്യം ഇറാഖ്. വെനിസ്വല ചെയ്തു. ഇപ്പം ഇറാഖിനൊന്നും ബോംബ് ഉണ്ടാക്കാൻ പാടില്ല, അമേരിക്കൻ ഇസ്രായേലിന് ബോംബ് ഉണ്ടാക്കാം. അതെന്ത് നീതി, അതെന്ത് ന്യായം? അമേരിക്കയെ ആക്രമിക്കാൻ വേണമെങ്കിൽ ഇറാഖിനെതിരെ ആക്രമിക്കാം, ഇസ്രായേലിനെ ആക്രമിക്കാൻ ചിലണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുക ഇറാനെ. ഇതൊന്നുമില്ലാതെ നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്ന പോലെ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയത് അതെന്തൊരു നീതിയാണ്, എന്ത് ന്യായമാണത്? അതല്ലേ ഫാസിസം എന്നുണ്ട്, ഗുണ്ടായിസം എന്ന് പറഞ്ഞല്ലേ, പോക്കിത്തതല്ലേ. നമുക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. എങ്കിലും ഒരു അയൽ രാജ്യം എന്ന നിലയിൽ അവരോട് അമേരിക്ക കാണിക്കുന്ന നയമുണ്ടല്ലോ, എന്തൊരു വൃത്തികെട്ട നയമാണ്. അവരോട് മാത്രമല്ല, അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന, അവർക്കെതിരെ വരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ പോലും അമേരിക്ക തകർത്ത് കളയും. ഇന്ത്യയിൽ കണ്ട് വടക്കേ ഇന്ത്യയിൽ ചില ലോബി ഉണ്ട്, അവർക്ക് അവിടെ ഒപ്പം അവരുടെ ബിസിനസ് എത്തിക്കുന്ന ആൾക്കാണെങ്കിൽ ദക്ഷിണേന്ത്യക്കാരാണെങ്കിൽ ഈ വടക്കേ ഇന്ത്യക്കാരാണെങ്കിൽ അവരുദ്ദേശിച്ച വിഭാഗം അല്ലെങ്കിൽ അവർ കൊന്നളി. അങ്ങനെയുള്ള നമ്മുടെ രാജംപിള്ളിയൊക്കെ ജയിലിട്ട് കൊന്നൊക്കെ ഇപ്പം എത്ര ആൾക്കാരെ കൊന്നു, അത് പറയുന്നില്ല, അതിൻ്റെ വിഷയം അതല്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഈ തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീണ്ടും വരുന്നത് കേരളത്തിലേക്കാണ്, കേരള രാഷ്ട്രീയത്തിലേക്കാണ്. ഞാൻ അന്നും UDF നേതാക്കളോടും കോൺഗ്രസ് നേതാക്കളോടും പിന്നീട് ലീഗ് നേതാക്കളോടൊക്കെ പറഞ്ഞു, ഇത്തവണ ഭരണം മസ്റ്റാണ്, അതിലൂടെ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ശ്രമിക്കണം. വെറുതെ അധ്വാനിച്ച പോരെ. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, കഠിനാധ്വാനം രക്ഷപ്പെടുന്നത്. കഠിനാധ്വാനം ചെയ്തിട്ട് കാര്യമില്ല, തെറ്റായ ദൃശ്യമാണല്ലോ. ഒരു വഞ്ചി മുങ്ങി ഒരു കടലിൽ പെട്ടപ്പോൾ അവൻ ക്യാനില്ലേ ആ ടിന്ന് കൊണ്ട് നീന്തി കഠിനാധ്വാനം ചെയ്ത്, പക്ഷെ നീന്തി എതിർ ദിശയിലേ പോയി, കരയിലേക്ക് നീന്തല്ലേ എത്തുള്ളൂ. അങ്ങനെ ഒരു ചത്തുപോയി എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്തപ്പോൾ അത് ബുദ്ധിപൂർവ്വം ചെയ്യണം. ഇവിടെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ, സ്റ്റേറ്റ് രജിസ്ട്രേഷൻ വകുപ്പ്, ഇതെല്ലാം ഇന്ന് LDF ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് അധികാരികൾ ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ നന്നാക്കാനില്ല, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ കണ്ടു, ഇന്ന് രാവിലെ ചാനലിൽ വന്നാണ് കഴിഞ്ഞ ആഗസ്റ്റ് നടന്ന സംഭവം. ആഗസ്റ്റ് പോയിട്ട് 6-7 മാസമായി. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്ന തലേ മാസം അല്ലെങ്കിൽ തലേ ആഴ്ചയിൽ ഇതൊക്കെ എടുത്തിൻ്റെ കാരണം എന്താ? നമ്മുടെ KCP കേരള കോൺഗ്രസ് പാർട്ടി, നമ്മുടെ മാണി സി കാപ്പൻ സാറിൻ്റെ, അദ്ദേഹമാണ് പാലയിൽ UDF സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പേരാണ്ട് ഇപ്പോൾ അഴിമതി വന്നിട്ടുണ്ട്. 1 കോടിയായിട്ട് ഒരു ഫൈനാൻസ് കമ്പനി ഏരിയാൻ പറഞ്ഞില്ല, വാങ്ങിച്ചത് പറഞ്ഞിട്ട് ആ ഫൈനാൻസ് കമ്പനിയുടെ ഒരു പൈസ വാങ്ങിയ ചാനലുകാർ അതിൻ്റെ മാനേജർ അവിടെ തെറ്റിപ്പിരിഞ്ഞ് മാനേജറാണ് പറഞ്ഞിരിക്കുന്നത്, വ്യക്തമായിട്ട് പരസ്യമായിട്ടും. ഇത്രയും കാലം ഉണ്ടായ സംഭവം ഇപ്പം വന്ന് അത് മാണി സി കാപ്പനാണ് നമ്മുടെ UDF സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ കൊച്ചാക്കേണ്ടത്. ആരുടെ ആവശ്യമാണ്? LDFിൻ്റെ ആവശ്യമാണ്. അപ്പോൾ LDF രജിസ്ട്രേഷൻ വകുപ്പ് പോയിട്ടുണ്ട്, കേന്ദ്രത്തിനും കേന്ദ്ര രജിസ്ട്രേഷൻ വകുപ്പുണ്ട്. അവർക്ക് എല്ലാം ഞാൻ അനങ്ങിയാൽ ഞാൻ ഇവിടുത്തെ റാ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇത് റോ അറിയും. റോ മീനിങ് റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ്, കേന്ദ്ര രജിസ്ട്രേഷൻ വിങ്, ഏറ്റവും വലിയ ശക്തിയുള്ള വിങ്ങാണത് രജിസ്ട്രേഷൻ്റെ. റോയെ അടുത്ത ഇന്ദിരാഗാന്ധി മറ്റും ഉണ്ടാക്കുന്നത്, ഇപ്പം അത് ഉപയോഗിക്കും. അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ പേരിൽ മനുഷ്യല്ലേ എന്തെങ്കിലും തെറ്റില്ലായിരിക്കുമോ? 10, 50, 60 വർഷം പൊതുരംഗത്ത് പ്രവർത്തിച്ചവരിൽ എന്തെങ്കിലും തെറ്റുണ്ടാവില്ലായിരിക്കില്ല, അല്ല പുണ്യകാലൊന്നും ആകാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുപിടിച്ച ഈ ഇലക്ഷൻ സമയത്ത് പറയാന്ന് വെച്ചാൽ അത് എന്തൊരു തീപറ്റിക്കൊള്ളത്. നമ്മുടെ എല്ലാ രഹസ്യ ഫയലും ഗവൺമെൻറ് കയ്യിലുണ്ട്, ആവശ്യം അത് എടുക്കുള്ളൂ. അതാണ് എൻ്റെയൊക്കെ പലതുണ്ട്. എൻ്റെ രഹസ്യ ഫയൽ അന്വേഷിച്ച ചുക്കുണ്ടാവും, അത് വേറെ കാര്യം. കാരണം നമ്മളതൊരു ചായ പോലും അവരോട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനസിക ഇന്നും മാണി, നാളെ വേറൊരാൾ, അത് ഓരോരുത്തരും കൊച്ചായിക്ക് ഒരു ഭരണം നേടാൻ LDF അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി ഈ കരുക്കൾ നീക്കുന്നത് വളരെ ആഴത്തിലാണ്, വളരെ ബുദ്ധിപൂർവമാണ്. അതായത് UDF നേതാക്കളോ UDF പ്രവർത്തകർ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലാണ് LDFിൻ്റെ വിങ് മുന്നോട്ട് പോകുന്നത്, ഓരോ തകർക്കാൻ വേണ്ടി. അത് കേന്ദ്രത്തിൻ്റെ സപ്പോർട്ട്. അപ്പം ഇന്നിപ്പോൾ അമിത്ഷാ പറഞ്ഞ് ഇതോട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ്, അതൊക്കെ ഒരു പറയല്ലേ, പറച്ചലല്ലേ. അതൊക്കെ
രഹസ്യം നടക്കുന്നതില്ല. LDF അധികാരത്തിൽ കയറ്റം തന്നെയാണ് BJP. അവിടെ വേറൊരു അപകടമുണ്ട്. UDF മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു UDF ഉപദേശിക്കാൻ മാത്രമൊന്നും ഞങ്ങൾ വലിപ്പം അറിയാം. എങ്കിലും ഞങ്ങൾ അറിഞ്ഞ കാര്യം പറയാണ്. ഇത് തെറ്റല്ലേ? ഏതാണ്ട് UDF ശ്രദ്ധിച്ച് കേൾക്കാം. 100 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കും. സന്തോഷമാണ്. 110 കിട്ടട്ടെ ചെയ്യണം. പക്ഷെ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്ന്, ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ 10 സീറ്റാണ് UDF ഉണ്ടാകുക. അവിടെ 51 സീറ്റുകൾ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കി 41 സീറ്റ് കൂടി പിടിച്ചെടുക്കണം. ആ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ BJP ഒരു സീറ്റ് പോലും കിട്ടില്ല. മാത്രമല്ല 10-15 സീറ്റ് അവർക്ക് കൊണ്ടുപോകും. ഇത് കുറച്ചാണ്. LDF കയ്യിൽ നിന്ന് പിടിക്കുക. LDF കയ്യിൽ 40 സീറ്റ് പിടിക്കുക. അപ്പോൾ ഭരണം കിട്ടൂല എന്ന് പൂർണ്ണ ബോധ്യമാണ്. എന്നിട്ടും മറ്റേ മുരളീധരൻ നമ്മുടെ മുരളി സാർ ചെന്ന് ശ്രമിച്ചു. അദ്ദേഹം ശ്രമിച്ചു 10 സീറ്റ് വരെ 20 സീറ്റ് എടുക്കുക എന്നൊന്നും നിസ്സാര കാര്യമല്ല. അതായത് ഇരട്ടി സീറ്റ് ജയിച്ചെടുക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് നല്ലതാണ്, ഇമ്പോസിബിളാണ്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് പറ്റി? ഭരണം BJPക്ക് പോയി. അതുപോലെ നമ്മൾ കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റ്, ഞാൻ ഇന്നും കൂടി സംസാരിച്ചുള്ളത്, വളരെ നല്ല മനുഷ്യൻ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ സംശയമൊന്നുമില്ല, ചെറുപ്പമാണ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുക. ആകെ നമുക്ക് കോൺഗ്രസ് 42 സീറ്റാണ്. 41 അതിപ്പോൾ 42. 42 സീറ്റിന് പുറമെ, അതായത് 42 സീറ്റ് നിലനിർത്തിയതിന് ശേഷം ഒരു 38 സീറ്റ് കൂടി പിടിച്ചെടുക്കണം. എങ്കിൽ 80 സീറ്റാവുള്ളൂ. 80 സീറ്റിൽ ഭരണത്തിലുള്ളൂ. അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടിയാലും ചിലപ്പോൾ കാലുവാരി പോകും. അപ്പോൾ ഇനിയൊരു 42 നിലനിർത്തിക്കൊണ്ട് 38 സീറ്റ് കൂടി പിടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 80 സീറ്റ് കിട്ടുള്ളൂ. അത് ഏതെല്ലാം സീറ്റ് എങ്ങനെ പിടിച്ചെടുക്കുമെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം കരുകൂല് പറയുകയാണെങ്കിലും അത്ര ഈസി വാക്കോറല്ല. ഞാൻ നിരാശപ്പെടുത്തല്ല. പക്ഷെ എന്നുവെച്ചാൽ അമിതമായ പ്രതീക്ഷ വന്നാൽ അപകടമാണ്. കാരണം ഇന്ത്യ ഷൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് അവസാനം അന്ന് വാജ്പേയി ഗവൺമെൻറ് വീണ് തലയുണ്ടായില്ല. മഹാജൻ മരിച്ചോയില്ല. മഹാജൻ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള പരസ്യം കൊടുത്തു. കോടാനുകോടി പരസ്യം കൊടുത്തു. ഇപ്പം അതുപോലെയാണ് എല്ലാ സ്ഥലത്തും അബദ്ധമായ പരസ്യമാണ് നമ്മുടെ LDF ഗവൺമെൻറ് കൊടുക്കുന്നത്. തൊട്ടേനും പിടിച്ചതിന് എത്ര കോടി രൂപയുടെ പരസ്യം കൊടുക്കുന്നത്. അതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷെ ആ ഒരു ഇത് UDF സംബന്ധിച്ച് അത്രയും അമിതമായി പ്രതീക്ഷ പാടില്ല. അംബീഷ്യസ് നല്ലതാണ്. പക്ഷെ അമിതമായ അംബീഷ്യസ് പ്രതീക്ഷ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അപകടം ചെയ്ത പോലെ അമിതമായ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകില്ലേ? വലിയ റിസ്ക്കാണ്. ഓരോ സീറ്റും നിർണായകമാണ്. അതിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പല മുന്നോക്ക സമുദായ നേതാക്കളെയൊക്കെ UDF സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് ഓരോ സീറ്റ് പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, അതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ മുസ്ലിം സമുദായം എന്നുണ്ട് 10-40% BJP പറയുന്നത് 3-1 ഉണ്ടെന്ന് മസ്റ്റാണ്. ലേറ്റസ്റ്റ് കണക്ക് 3-1 47 സീറ്റ് കൊടുക്കണം. 40 സീറ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. കാരണം ഇത് എൻ്റെ അഭിപ്രായമല്ല. എന്നെ സംബന്ധിച്ച് ഒരു സീറ്റ് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പക്ഷേ വോട്ട് കിട്ടണ്ടേ? വോട്ടിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കറിയാം. വോട്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സമസ്ത, പിന്നെ കാന്തപുരം, മുസ്ലിം ലീഗ്, ഇതെല്ലാം നമുക്ക് UDF കൂടെ ഉണ്ടെന്ന് വയ്ക്കുക. പക്ഷേ സമസ്ത നിങ്ങൾ യോഗം വെച്ചിരിക്കുകയാണ്. ഒരു 2-3 ലക്ഷം ആളെ 5 ലക്ഷം വരെ ഇരിക്കും. അല്ലെങ്കിൽ കാന്തപുരം വെച്ച് 5 ലക്ഷം വരെ ഇരിക്കും. അല്ലെങ്കിൽ ലീഗ് വെച്ച് 10 ലക്ഷം വരെ ഇരിക്കും. അപ്പോഴും 10, 15, 20 ഇതിൽ 30 ലക്ഷമല്ലേ വരുള്ളൂ. ബാക്കി 1 കോടി 10 ലക്ഷം ഉണ്ട് മൊത്തം ഈ മുസ്ലിം സമുദായം കേരളത്തിൽ. അതിൽ ഈ 30 ലക്ഷം പോയി ബാക്കി 80 ലക്ഷം പുറത്ത് കിടക്കുന്നത്. അവർക്കൊന്നും പ്രത്യേക രാഷ്ട്രീയ പ്രത്യേക ഒരു സംഘടന, വെറും മുസ്ലിം സമുദായത്തോട് അല്പം സേവ് കൊണ്ട് മാത്രമേ ഉള്ളൂ. അവർ വോട്ട് ചെയ്താലേ നമ്മൾ വിജയിക്കുള്ളൂ, UDF വിജയിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ NSSഉം നായരും കൊണ്ട് ഒന്നാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ABC ചാനൽ പോയി പിടിച്ചിട്ടുണ്ട്. ഒന്നായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈഴവല് 21% വന്ന് ഈഴവല്ലുണ്ട് 90% വോട്ട്. 80% കഴിഞ്ഞ പ്രാവശ്യം വരും. 80% LDF കൊടുത്തിരിക്കുന്നതാണ്. ഇത്തവണ 90% കൊടുക്കും. NSനാണെങ്കിൽ ഒരു 60-70% BJPക്ക് ബാക്കി 10 കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ചോദിച്ചാൽ എങ്ങനെയാണ് പറ്റുന്നത്? അതുപോലെ ദളിതർക്ക്. പിന്നെ വോട്ട് UDF സംബന്ധിച്ച് വോട്ട് ബാങ്ക് എടുക്കുന്നത് ഈ സമുദായത്തിൻ്റെ വോട്ടാണ്. അത് കിട്ടിയാൽ മാത്രമേ ലീഗിന് UDF മെച്ചമുള്ളൂ. അല്ലെങ്കിൽ പ്രതീക്ഷയില്ല. ഇത് പറയുമ്പോൾ ഇപ്പോഴും ലീഗ് പറഞ്ഞതന്നെയോ 5 കൂടുതൽ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായം പിണങ്ങും. അങ്ങനെ ഭരണം പോകുന്നതാണ്. ഭൂരിപക്ഷ സമുദായം പിണങ്ങിയിട്ടൊന്നും അല്ല ഭരണം പോയത്. അത് ഇന്നലെ ഞാൻ പറഞ്ഞ് അത് 1000 ആൾക്കാർ അതിന് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അറബിക് സർവകലാശാലയെ കാണിച്ച് വേണ്ടത്ര അശ്രദ്ധ കാണിച്ചതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഭരണം പോയത്. 2 ടൈം അവർ തിരിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ ഗ്രൂപ്പും പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങളിൽ 90-95% UDF-നാണ്. അത് സത്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമല്ല കൂടുതൽ കൊടുക്കണ്ട, അതവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും സത്യമായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികത 47 സീറ്റും കൊടുക്കണം. ഈ 40 സീറ്റ് ജയിക്കുന്ന സ്ഥലത്ത് കൊടുക്കും, വെറുതെ കൊടുത്താവില്ല. അതേ സമയത്ത് എല്ലാം പങ്കിട്ട് കൊടുത്തിട്ട് ബാക്കി 47 സ്ഥലത്ത് ഇവിടെ കൊടുക്കും. 27 ലീഗിനായി നോക്കാം. അതിൽ 3-4 സീറ്റ് നോൺ മുസ്ലിമാണ്. അപ്പോൾ 23 അവരുള്ളൂ. ബാക്കി 23 പോയിട്ട് 24 സീറ്റ്, 2 ഡസൻ സീറ്റ് കോൺഗ്രസിൽ നിന്ന് വരണം. വേറെ മുന്നണി പേരുടെ CP ജോണിൽ വരില്ല, വേറെ KCPയിൽ വരില്ല, കേരള കോൺഗ്രസ് വരില്ല. മുസ്ലിം ലീഗ് വെച്ച് ബാക്കി കോൺഗ്രസ് വെച്ച് ഒരു പാർട്ടിയിൽ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് അന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, നിങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥി വയ്ക്കുക എങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും, അത് ജയിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ചിന്തിച്ചു പോലും ഇല്ല. ആ മണ്ടന്മാർ ആ പാർട്ടിക്ക് ഈ ഇലക്ഷൻ തീർന്നു പോകും, അത് വിട്ടുകളയാം. അതുപോലെ ഓരോ പാർട്ടി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റാർക്ക് എത്ര കൊടുക്കുന്നു നമുക്ക് പരാതിയില്ല. അത് നമ്മുടെ വയലാർ രവി സാറ് പറഞ്ഞ പോലെ മറ്റാർക്ക് കൊടുക്കും നമ്മൾ നോക്കണം, നമുക്ക് കിട്ടിയാൽ മതി. അതൊന്നും നമുക്ക് പരാതിയില്ല, നമ്മുടെ ഇല്ല ഗ്രൂപ്പിനും ഇല്ല. പക്ഷേ നിങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ട 47 സീറ്റിൽ എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ 47 സീറ്റ് മിനിമം വേണ്ടി 23 ലീഗിൻ്റെ പോയ ബാക്കി 24 സീറ്റ് കോൺഗ്രസിൽ തന്നെ പോകണം. മുസ്ലിങ്ങൾക്ക് അവിടെ 2 അർത്ഥമുണ്ട്. അങ്ങനെ വന്നാൽ ലീഗിൻ്റെ അപ്രമാദിത്വം ഇല്ലെന്നുള്ളത് പബ്ലിക് മറ്റു സമുദായങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇത് ലീഗിൻ്റെ മാത്രം 10-18 ജയിക്കുക, മറ്റുള്ളവർ ആരില്ല, കോൺഗ്രസ് 2-3 ജയിക്കുക, അങ്ങനെ വന്നാൽ അപകടമാണത്. അപ്പോൾ ലീഗിൻ്റെ കുത്തികയിൽ പോകുന്നതായിട്ട് അത് അങ്ങനെ ഒരിക്കലും ലീഗിനെ മാത്രം മുന്നിൽ നിർത്തി കളിക്കില്ലേ, അത് അപകടം ചെയ്യത്. വാസ്തവം കൂടുതൽ ഇത്രയും സീറ്റ് ലീഗിന് കൊടുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ കൊടുത്താൽ അങ്ങനെ അപ്രമാദിത്വം വന്നാൽ ഒരു ഭൂരിപക്ഷ സമുദായം ഉണ്ടല്ലോ കേരളത്തിൽ, അവർക്കത് ബുദ്ധിമുട്ടാക്കും. അത് മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര കിട്ടാലും ആർക്കും പരാതിയില്ല. ഇപ്പോൾ കോൺഗ്രസ് 100 സീറ്റ് കിട്ടിയാലും ആർക്കും കൂടെ പരാതിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 സീറ്റ് ആർക്കും പരാതിയില്ല. മറിച്ച് BJP 100 കിട്ടുകയാണെങ്കിൽ പരാതിയുണ്ട്. കാരണം അത് ജാതി പാർട്ടിയല്ലെങ്കിൽ പോലും അത് ജാതി പാർട്ടിയാണ്, പക്ഷേ വർഗീയ പാർട്ടിയായി പോയി. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ലെന്ന് ഇവിടുത്തെ അമുസ്ലിങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സംഘപരിവാർ പറയുന്നുണ്ട് ഒരു ന്യായ മനുഷ്യത്വ പാർട്ടിയാണ്. ഇന്നൊരാൾ രവിപിള്ള പറഞ്ഞു, അതുപോലെ വേറൊരു അച്ചായൻ ലീഗിൽ വന്നു, അവർ 10 കാരണം പറഞ്ഞു ലീഗിൻ്റെ ഗുണങ്ങളൊക്കെ. അങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമില്ല. അവർക്കുള്ള ഒരു പോരായ്ക അല്ലെങ്കിൽ ഒരു അപാകം എന്ന് പറഞ്ഞാൽ ജാതി പേര് ഉപയോഗിക്കുക, അത് മാത്രം, വേറെ ഒരു ഇതുമില്ല. ജാതി പേരുകൊണ്ട് മാറ്റി ദേശീയ ധാരയിലാണെങ്കിൽ ഇന്ന് ലീഗിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇന്ത്യയിൽ? 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല ലീഗോട് വിരോധം ഉണ്ടായിട്ടത്, അംഗന്മാരുടെ വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയണത്. എത്ര കഴിഞ്ഞാലും മനസ്സിലായി പറ്റും. ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, ഭർത്താക്കന്മാരോട് ഭാര്യമാർ ഒരു കാര്യം പറഞ്ഞാൽ അത് ഭർത്താവിന് മനസ്സിലാവുമെങ്കിൽ ആ ഭാര്യ രക്ഷപ്പെട്ട്. ഇത് ചില ഭർത്താക്കന്മാർ എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പേര് മാറ്റാൻ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശ മടങ്ങാൻ നല്ലത് വേറൊന്നുമില്ല. ഏതായാലും അപകട അവസ്ഥ തരണം ചെയ്തിട്ടില്ല. ഇപ്പോഴും UDF-ൻ്റെ ഭരണം ഭൈഷുവിൽ തന്നെയാണ്. അതുകൊണ്ട് നിരാശപ്പെടാനോ അല്ലെങ്കിൽ തരം താഴ്ത്താനോ കുറ്റപ്പെടുത്തല്ല. വോട്ട് എണ്ണി ഭൂരിപക്ഷം കിട്ടുന്നവരെ നമ്മൾ ഒരു അയവ് വരാൻ പാടില്ല. 100% കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കാനുള്ള വിനീതമായ അഭ്യർത്ഥന, റിക്വസ്റ്റ്, ഒരു അപേക്ഷയാണ്, ആജ്ഞാപിക്കുന്നില്ല. കാര്യങ്ങൾ ഏതാണ്ട് മുന്നോട്ട് പോവുകയാണ്, ന്യായമായ ഇതിൽ പോവാണ്. പക്ഷെ അത് പോയി അധികാരത്തിൽ കയറുന്നവരും അവിടെ ചെന്ന് മുഖ്യമന്ത്രി ഒപ്പിട്ട ശേഷം നമ്മൾ മാറാവുള്ളൂ. ഇത് ജയിച്ച് MLA ആയിട്ടും കാര്യമില്ല, കാലുമാറ്റമൊക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് മുഖ്യമന്ത്രിയായി രൂപീകരിച്ച ശേഷം പിന്നെ ഒരു പരിധിയൊരു ആശ്വാസം. എന്നിട്ടേ UDF-ൻ്റെ പ്രവർത്തകരും നേതാക്കളും ശ്വാസം നേരെ വിടാവുള്ളൂ. അതുവരെയും ശ്രദ്ധാപൂർവ്വം കണ്ണിൽ ഉന്നയിച്ച് കാത്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാനസികാപ്പൻ അതുപോലെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നോട്ടിട്ട് അവരെ ന്യൂനതകളും ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു ട്രെൻഡ്, ഒരു നിമിഷം കഴിഞ്ഞ് തീർന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തീർന്നു. ബാലറ്റ് പെട്ടിയിൽ വോട്ട് ഇത് ചിഹ്നം കുത്തി വീട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റിയ കാര്യമില്ല. ആ സമയത്ത് ക്ലോക്കിൻ്റെ പെണ്ണിനെ പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. 10 തെറ്റ് കാണുമ്പോൾ ആരും ചിന്തിക്കുക, ഈ കള്ളനാണ് നമ്മളിതിനെ വോട്ടിനെ.
അതൊക്കെ ആ നിമിഷന്മാരെ കഴിഞ്ഞു. അതാണ് അവർ ഉദ്ദേശിക്കത്തുള്ളൂ. അത് ഇവൻ നോട്ടെ. അപ്പോൾ വളരെ സംഘടിതമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്, എക്സാമിനേഷൻ വിഭാഗവും സംസ്ഥാനത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ UDF സ്ഥാനാർത്ഥികളെ കുറിച്ച് കണ്ണിൽ കാത്തിരുന്ന് ഓരോ മൈനസ് പോയിന്റ് കണ്ട് അത് പരസ്യമാക്കാൻ വേറെ ചാനൽ ഏൽപ്പിച്ച് അങ്ങനെ കൊച്ചാക്കാനുള്ള പതിവ്, വെടുക്കാക്കി തെക്കാക്കുന്ന പണ്ട് നമ്പൂരി പറഞ്ഞ മുതലേ അങ്ങനെ കാലം ഉള്ളു മറന്നു പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.